ഹാഷ്മി, ജമ്മു കാശ്മീർ നിയമസഭ പ്രത്യേക നിയമസഭ ചേർന്നിരിക്കുന്നു. എന്താണ് ഇന്ന് സഭയിൽ സംഭവിച്ചത്? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഹാഷ്മി? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ തവണ ജമ്മു കാശ്മീർ നിയമസഭ സംഘടിപ്പിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ശബ്ദായമായ അന്തരീക്ഷം അവിടെ സാക്ഷ്യം വഹിച്ചു. കാര്യം അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് വഖഫ് നിയമ ഭേദഗതിയായിരുന്നു. അതിനുശേഷം ഇന്നാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു ദിവസത്തെ പ്രത്യേക സെഷൻ ജമ്മുവിൽ കൂടിയത്. ജമ്മുവിൽ ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനം 26 നിരപരാധികൾക്ക്, പഹൽഗാമിൽ പിടഞ്ഞു വീണ് മരിച്ച 26 നിരപരാധികൾക്ക് ആദരം അർപ്പിച്ചു. 2 മിനിറ്റ് മൗനം ആചരിച്ചു. അതിനുശേഷം ഇപ്പോൾ അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമുള്ള അവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ, അതിനുശേഷമുള്ള നടപടിക്രമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നേരത്തെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കം തീവ്രവാദത്തിനെതിരെ സന്ധിയില്ലാ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയതാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ തീവ്രവാദത്തിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ജമ്മു കാശ്മീരിലെ നിരപരാധികളായ യുവാക്കൾക്ക് നേരെ ആ സംശയം നീളരുത് എന്ന ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ടായിരുന്നു ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി. അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സഭയിൽ ഒരു ഹ്രസ്വ ചർച്ചയെ വരികയാണ് ഗോപികൃഷ്ണൻ. അതിനിടയിലാണ് ഈ ചൈന പാകിസ്ഥാന് നൽകുന്ന പിന്തുണയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെ ഈ പറയുന്ന രീതിയിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്നുള്ള പാകിസ്ഥാന്റെ പ്രഹസന ആവശ്യത്തെ പൂർണ്ണാർത്ഥത്തിൽ ചൈന പിന്തുണയ്ക്കുകയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത രീതിയിൽ ചൈന പിന്തുണയ്ക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഈ പറയുന്ന പരമാധികാരം സംരക്ഷിക്കും എന്നുകൂടി ചൈന പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു, രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്നുള്ള മട്ടിൽ. അതിനെ തുടർന്ന് കൂടുതൽ ആയുധങ്ങൾ പാകിസ്ഥാന് ചൈന നൽകുന്നു എന്നുള്ളതാണ് വരുന്ന വിവരം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നേരത്തെ പാകിസ്ഥാൻ ആർമി എക്സിബിറ്റ് ചെയ്ത JL-15 ഘടിപ്പിച്ചിരിക്കുന്ന PL-15 മിസൈലുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചൈന എത്തിച്ചു നൽകിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ യുദ്ധകാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ലോകത്തെ വെബ്സൈറ്റുകൾ പറയുന്നത്. പക്ഷേ അത് പാകിസ്ഥാന്റെ ജുംലയാണ്, പാകിസ്ഥാന്റെ വ്യാജവാദമാണ് എന്ന് വിലയിരുത്തുന്ന ഇന്ത്യൻ പ്രതിരോധ മുൻ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. എന്തായാലും കൂടുതൽ ആയുധങ്ങൾ ചൈന പാകിസ്ഥാന് നൽകാൻ പോകുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിന് കാരണം ഏറ്റവും കൂടുതൽ ചൈനയിൽ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിന്റെ പേര് പാകിസ്ഥാൻ എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 81% ആയുധങ്ങൾ ചൈന കൊടുത്തത് പാകിസ്ഥാന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരു എസ്കലേഷൻ അന്തരീക്ഷമുണ്ട് എന്നൊക്കെയുള്ള സംശയങ്ങളുള്ള പശ്ചാത്തലത്തിൽ ചൈന പാകിസ്ഥാന് കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുക സ്വാഭാവികമാണ്. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാജ്യത്തിന്റെ വളർച്ചയിൽ വല്ലാതെ വിറളിപ്പൊള്ളുന്ന അല്ലെങ്കിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ചൈനയെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഒരു ഇന്ത്യ പാക് പ്രശ്നം വരുമ്പോൾ ചൈന ഏത് പക്ഷത്ത് നിൽക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ചൈനയുടെ ഈ നിലപാടുകൾ നമ്മളെ അസ്വസ്ഥപ്പെടുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഏകപക്ഷീയമായി 26 നിരപരാധി ജീവനുകൾ പൊലിഞ്ഞതിനു ശേഷം അതിൽ പാകിസ്ഥാന്റെ പങ്ക് വളരെ വ്യക്തമാകുന്നതിനു ശേഷം പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾ, ആണവായുധ ഭീഷണി അടക്കം അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോരയൊഴുകും തുടങ്ങിയ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ ഭാഗത്തുണ്ടാകുന്ന അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ ധാർമ്മികതകൾക്ക് നിരക്കാത്ത അല്ലെങ്കിൽ ഒരു ടെൻഷന്റെ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞുകൂടാത്ത അങ്ങേയറ്റത്തെ അതിരുകടന്ന വർത്തമാനങ്ങൾക്ക് ശേഷവും പാകിസ്ഥാന് ചൈന പിന്തുണ നൽകുന്നതിലുള്ള രാജ്യത്തിന്റെ അതൃപ്തി അത് ഔദ്യോഗിക സ്വഭാവത്തിൽ ഇന്ന് തന്നെ ഒരു പ്രതികരണം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ ഗോപികൃഷ്ണൻ. അതോടൊപ്പം തന്നെ ഇപ്പം നമുക്കൊരു മീഡിയ അഡ്വൈസറുണ്ട്. എല്ലാ കാര്യങ്ങളും പറയാൻ സാധ്യമല്ലെങ്കിൽ കൂടിയും നേരത്തെ ബൽറാം പറഞ്ഞതുപോലെ കൊക്കർനാഗിൽ നിന്ന് അല്ലെങ്കിൽ പഹൽഗാമിൽ ചുറ്റി നിൽക്കുന്ന വിശാലമായ വനമേഖലകളിൽ നിന്നും നമ്മൾ ഈ ഒരു ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഈ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഈ ഒരു ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രതീക്ഷിക്കുന്ന ദിവസം കൂടിയാണ് ഗോപികൃഷ്ണൻ. ശരി, ഹാഷ്മി താജ് ഇബ്രാഹിമാണ് ശ്രീനഗറിൽ നിന്ന് റിപ്പോർട്ടുകൾ നൽകിയത്.